എല്ലാവരും സൗണ്ട് കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ ആഗ്രഹിച്ചൊരു വ്ളോഗായിരുന്നു ഫ്ലൈറ്റ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ്. അപ്പോൾ ഞാൻ 26-ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനത് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് ജേർണിയാണ്. അത് എന്തുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ലേവർ ഫ്ലൈറ്റ് ആണ്. 2 ഡിഫറെന്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. സീബില് മസ്കറ്റിൽ പോകുന്നുണ്ട്, പിന്നെ ബാംഗ്ലൂർ എയർപോർട്ട്. ബിക്കോസ് ദുബായ് ടു മസ്കറ്റ്, മസ്കറ്റ് ടു ബാംഗ്ലൂർ ഒരു 4 hour ലെയർ ഉള്ള ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഓൾ ഓവർ ജേർണി എന്നൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാം. ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല, എനിക്ക് സൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഐ ബി വ്ളോഗിങ് ബിക്കോസ് എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കോണ്ടന്റ് ആണ്. നമുക്ക് എങ്ങനെയുണ്ടായി എൻ്റെ ജേർണി എന്നൊക്കെ കാണാം. അങ്ങനെ ഒരു 4 മാസം ജീവിച്ച അൽ ഹല ബിൽഡിങ്ങിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. ബ്രദറാണ് പിക്ക് ചെയ്യാൻ വന്നത്. ടെർമിനൽ 2 ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആസ് ഓൾവേസ്. നമ്മൾ ഈ ജേർണിയിൽ ഫ്ലൈ ചെയ്യുന്നത് ഒമാൻ എയറിലാണ്. ദുബായിൽ നിന്ന് മസ്കറ്റ് വഴി ബാംഗ്ലൂർ ഒരു 1 സ്റ്റോപ്പ് ജേർണിയാണിത്. എൻ്റെ ഫ്ലൈറ്റ്സ് WI612ഉം WI281ഉമാണ്. ഒമാൻ എയറിൻ്റെ ബോയിങ് 737 എയർക്രാഫ്റ്റാണിത്. ഒരു നാരോ ബോഡി ചെറിയ എയർക്രാഫ്റ്റാണ്. എക്കോണമി ക്യാബിൽ 3x3 കോൺഫിഗറേഷനിൽ സീറ്റിങ്സ് ആണ് വരുന്നത്. ഒരു 163 കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരു 12 ബിസിനസ് ക്ലാസ് ഉള്ളൊരു എയർക്രാഫ്റ്റാണ്. ബട്ട് മോഡേൺ ആയിട്ടുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ളൊരു എയർക്രാഫ്റ്റാണ്. ദുബായിലെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെട്രോ എടുത്ത് നമ്മൾ ഗേറ്റ്സിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ ടൈം ആയപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഗേറ്റിലേക്ക് ബോർഡ് ചെയ്യാനായിട്ട് പോയി. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ വോറൊക്കെ കുറച്ച് എക്സ്കലേറ്റ് ആയി നിന്ന സമയത്താണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒമാൻ എയർ എടുത്തത്. ക്യാൻസലേഷൻസ് പൊതുവെ കുറവായതുകൊണ്ട്. പിന്നെ ഒമാൻ കുറച്ചുകൂടെ സേഫ് ആണെന്നാണ് എനിക്ക് എന്തോ ഒരു ഉള്ളിലൊരു തോന്നൽ. അങ്ങനെയാണ് നമ്മൾ ഒമാൻ എയർ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്തു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വിൻഡോ സീറ്റിൽ വന്നിരുന്നു. അമറിന് വിൻഡോ സീറ്റ് ഇപ്പോൾ കിട്ടതേയില്ല, ബിക്കോസ് കല്യാണം കഴിഞ്ഞല്ലോ. അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ല. പിന്നെ ജോഗ്രഫി ക്ലാസ് പകുതി ഷാർജ പകുതി ദുബായ്. നമ്മൾ താമസിച്ചിരുന്നത് ഇവിടെയോ ആണ്. കറക്റ്റ് കാണാൻ പറ്റില്ല. സംഭവം ഒരു ഭീകര ഫ്ലൈറ്റ്സ് എന്തൂസിയാസ്റ്റ് ആണെങ്കിലും എനിക്ക് ആൻസൈറ്റി കിക്കാകുമ്പോൾ ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്. പുഷ് ബാക്കും പേടിയാണ്, ഫ്ലൈ ചെയ്യുന്നതും പേടിയാണ്, ടേക്ക് ഓഫും പേടിയാണ്, ടച്ച് ഡൗണും പേടിയാണ്, എല്ലാം പേടിയാണ്. അത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നത് വ്ളോഗ് ചെയ്തും അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ശ്രദ്ധ തിരിച്ചു വിട്ടൊക്കെയാണ്. പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെ ശ്രമിച്ചു. കുറേ ടൈം ലാപ്സ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. സൈഡിൽ നമ്പർ എടുക്കുന്നുണ്ടായി. പക്ഷേ ടേക്ക് ഓഫിൻ്റെ സമയം വരെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിട്ട് കൂടിയിട്ട് ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചു. ആൻഡ് ഈ ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ ടേക്ക് ഓഫിനായിട്ട് പ്രിപ്പയർ ആവുന്നൊരു ടൈമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് ഇയർ പ്ലഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ എയർ ഹോസ്റ്റസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഹെഡ്സെറ്റ് ആയിരുന്നു. 1 hour ഫ്ലൈറ്റിൽ എന്ത് ഹെഡ്സെറ്റ്. അങ്ങനെ പയ്യൻ നമ്മൾ ടേക്ക് ഓഫൊക്കെ ആയി റൺവേയുടെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് യു വോണ്ട് ബിലീവ് ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിൻ്റെ ഒരു 10% എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്ര ഭംഗിയായിരുന്നു. എപ്പോഴെങ്കിലും ഒരിക്കൽ ദുബായിൽ നിന്ന് നൈറ്റ് ടൈം ടേക്ക് ഓഫ് ചെയ്യണം, അത് വിൻഡോ സീറ്റിലിരുന്ന്. ഭംഗി എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ബുർജ് ഖലീഫയും ബാക്കിയുള്ള ലൈറ്റ്സും ക്രീക്ക് ഹാർബറും ഇതെല്ലാം കൂടെ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. ചെറുതായിട്ട് പേടിച്ചു പോയി. ചെറുതായിട്ടല്ല വലുതായിട്ട് പേടിച്ചു പോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ പേടിച്ചു പോയി. ടേക്ക് ഓഫ് കഴിഞ്ഞ് അമർ സ്പൈഡർമാനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്തിൻ മിനിറ്റ്സ് അവരൊരു സാൻഡ്വിച്ചും ഒമാൻ എയറിൻ്റെ ഒരു വെള്ളം കൊണ്ട് സെർവ് ചെയ്തു. എനിക്കൊരു ഷോർട്ട് സ്നാക്ക് പോലെ. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സെർവ് ചെയ്തു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഫ്ലൈറ്റ്സിൽ ഫുഡ് കഴിക്കൽ ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കണ്ടപ്പോൾ ഒരു ഉണക്ക ബ്രെഡ് പോലെ തോന്നിയെങ്കിലും പക്ഷെ നല്ല ഫില്ലിങ് ഭയങ്കര നല്ലതായിരുന്നു. ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു. എന്ത് ടേസ്റ്റാന്ന് പറയാൻ അറിഞ്ഞൂടാ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു ഫ്ലൈറ്റ് റഡാർ ട്രൂ ഫാനായ ഞാൻ ഫ്ലൈറ്റ് റഡാർ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ ഇൻഫോർടൈൻമെൻറ്റിലെ സിനിമ ഒന്നും ഞാൻ കാണില്ല. ഞാൻ ഫുൾ ടൈം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഫ്ലൈറ്റ് റഡാർ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഓരോ ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ.
അങ്ങനെ മനസ്സിലാക്കി ഞാൻ ഫുൾ ടൈം ഇത് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഓരോ ടെമ്പറേച്ചർ കുറയുന്നതൊക്കെ ഞാനത് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 40 മിനിറ്റ്സ് ഫ്ലൈ ചെയ്തു. അപ്പം തന്നെ ഡിസെൻഡും ചെയ്തു. പെട്ടെന്ന് ഒമാനെത്തി നമ്മൾ. ആക്ച്വലി എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തൊരു 2 days കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷനും പനിയൊക്കെ വന്നിരുന്നു. ഭയങ്കര എക്സ്ട്രീമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ പോയപ്പോൾ എനിക്ക് ഫ്ലൈ ചെയ്യണം, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഫ്ലൈ ചെയ്യുമ്പോൾ ഇയാളുടെ വയ്യായിക ഒന്നുകൂടെ ട്രിഗർ ആവും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കുമായിരുന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് ഫുൾ കോഴ്സ് കഴിഞ്ഞു. പ്രോപ്പർലി ക്യൂർ ആയിട്ടില്ല, എന്നാലും ഒരു ചുമയും കാര്യങ്ങളും പിന്നെ നീരൊക്കെ ഇറങ്ങി പല്ലുവേദനയിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റേജിലാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫ്ലൈ ചെയ്യുമ്പോൾ ഇത് ട്രിഗർ ആവുമോ, പെയിൻ കൂടുമോ എന്നൊക്കെ. പക്ഷേ ഫസ്റ്റ് ഫ്ലൈറ്റ് വാസ് വെരി സ്മൂത്ത്, ഒരു കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു. നമ്മുടെ ഓവറോൾ ഫ്ലൈറ്റ് ഒരു 9 hours 20 minutes ആയിരുന്നു ബാംഗ്ലൂർ വരെ. ലേ ഓവർ ഉണ്ടായിരുന്നത് ഒരു 4 hours ആയിരുന്നു. 4 hours 20 minutes ആയിരുന്നു. സോ നമ്മൾ മസ്കറ്റിൽ കണക്ഷൻ ഫ്ലൈറ്റ് ഇറങ്ങി ഗേറ്റിൽ നിന്ന് എയർപോർട്ട് ട്രാൻസ്ഫേഴ്സ് എന്നൊക്കെ കാണിച്ചൊരു വഴിയിലൂടെ പോവായിരുന്നു. അങ്ങനെ ഓൺ ദ വേ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനുള്ളൊരു ബൂത്ത് പോലത്തെ സംഭവമൊക്കെ കണ്ടു. നമ്മൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ ഗേറ്റ്സിലേക്ക് പോവുകയാണ്. നമുക്ക് സെക്യൂരിറ്റി ചെക്കിൻ മാത്രം ഒന്നുകൂടെ ചെയ്യേണ്ടി വന്നു. നമ്മൾ 3 പേരുള്ളതുകൊണ്ട് തന്നെ ഒരാൾ വർക്ക് ചെയ്തു, ഒരാൾ സിനിമ കണ്ടു, ഞാൻ തനിമലയാളിയുടെ വ്ളോഗ്സും കണ്ടു. ആ ടൈം ഗേറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ മെയിൻ ടൈം ആയപ്പോഴാണ് എല്ലാവരും വന്നു തുടങ്ങിയത്. സോ ഞാൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്സും എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് കാണുകയും ചുമ്മാ അങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്ത് എൻ്റെ 4 hours സിമ്പിളായിട്ട് പോയി. അല്ലെങ്കിൽ ഒമാനി വന്നിട്ട് എങ്ങനെ ഒമാനി ചിപ്സ് കഴിക്കാതിരിക്കുക. ഞാൻ ദുബായിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലെ ചേട്ടൻ പറഞ്ഞു ഇത് ഒറിജിനലാണ്. കഴിച്ച് നോക്കാം. നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്തു. ഇവിടെ ഇപ്പോൾ ഒരു 4 hour ലെയർ ഉണ്ട്. ഇപ്പോൾ ഒരു 2 hour 3 hour ആയി. 1 മണിക്കൂറുടെ കഴിയുമ്പോൾ ബോർഡ് ചെയ്യാൻ പറ്റും. 4 മണിക്കാണ് ഫ്ലൈറ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വയ്യാത്തതുകൊണ്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ സൈനസ് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു. പക്ഷെ എനിക്ക് ഭാഗ്യത്തിന് അങ്ങനെ ആയില്ല. പക്ഷെ ഞാൻ ചുവിംഗം കഴിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മേ ബി അതത്ര പ്രഷർ ഡിഫറൻസ് അറിയാമെന്ന്. പിന്നെ ഫ്ലൈറ്റ് ഒരു 40 minutes ഉണ്ടായിരുന്നു. 1 hour plus ആണ് കാണിച്ചത്, പക്ഷെ 40 minutes വന്നിട്ട് കുറച്ച് പോസ്റ്റായിരുന്നു. പിന്നെ സെക്യൂരിറ്റി ചെക്കിന് ഒന്നുകൂടെ ചെയ്യേണ്ടി വന്നു, ഇറങ്ങി ചെയ്യേണ്ടി വന്നു. ഞങ്ങളിവിടെ B5 ഗേറ്റാണ്, അപ്പോൾ എൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വിശക്കുമെന്ന് അറിയുന്നുണ്ട്. അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് മനി ചിപ്സ് വാങ്ങിച്ചു, ഇപ്പോൾ അത് കഴിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. ദുബായിൽ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിൽ കണ്ടൊരു സാധനം അവിടെ 190 ദിറം, ഇവിടെ അതിന് 345 ദിറം. പക്ഷേ ദിറമല്ല, 345 ദിറം. ഇവിടുത്തെ OMR സംസം ഭയങ്കര എക്സ്പെൻസീവ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് കമ്പയർഡ് ടു ദുബായ്. ഇനി എയർപോർട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ റേറ്റ്സ് തമ്മിലാണല്ലോ നമ്മൾ കമ്പയർ ചെയ്തത്. വെരി എക്സ്പെൻസീവ്. അങ്ങനെ നമ്മുടെ ബോർഡിങ്ങിനുള്ള ടൈമായി. നമ്മൾ ബോർഡ് ചെയ്തു. അപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാബിൻ ബാഗ് ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു അത് ചെക്ക് ഇൻ ചെയ്യാം, ഗേറ്റ്സിൻ്റെ അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. കയറി ഇരുന്ന പാടെ ഞാൻ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. അമറ വീണ്ടും സിനിമയൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒമാനിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. ഒമാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഇതായിരുന്നു വ്യൂ. ഇറ്റ് വാസ് ഗുഡ്. കമ്പയർ ടു കൊച്ചി ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ ദുബായിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മൾ 4 മണിക്ക് ആകുമ്പോഴാണല്ലോ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൺറൈസ് ആവുന്നതിൻ്റെ ഒരു ഗോൾഡൻ ലൈനിങ്സ് ഇങ്ങനെ കാണാമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷെ ബാക്കി ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു. ഒരു കാർമേഘം ലുക്കിലായിരുന്നു ബാക്കി മേഘമൊക്കെ നിന്നിരുന്നത്. പക്ഷേ അത് മാത്രം ഭംഗിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അത് ഡെവലപ്പായി ഫുൾ ലൈറ്റപ്പ് ആവാൻ തുടങ്ങി. ദിസ് ഈസ് എ പോയിൻറ്റ് വെയർ ഐ റിയലൈസ്ഡ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ പോലെയല്ല, എനിക്ക് പല്ലുവേദന നല്ലോണം ട്രിഗർ ആവുന്നുണ്ടെന്ന്. ഒരു സൈഡ് ഫുള്ള് മരവിച്ച പോലെ ആവുന്നുണ്ട്. അതായത് നമ്മുടെ റൂട്ട് കനാലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ മരവിച്ചിരിക്കുമല്ലോ, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പെയിനിലേക്ക് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുൾ ലൈറ്റ് വന്നു, നല്ല ഭംഗിയിൽ മേഘമൊക്കെ കാണാൻ പറ്റി. ആൻഡ് ഇറ്റ് കെയിം ടു എ പോയിൻറ്റ് വേർ എനിക്ക് എൻ്റെ ഷട്ടർ പകുതി അടച്ചിടേണ്ടി വന്നു, ബിക്കോസ് അത്രയ്ക്ക് വെളിച്ചായിരുന്നു. പല്ലുവേദന, സൺലൈറ്റ്, ഈ ഫ്ലൈറ്റിൻ്റെ ഗൂ എന്നുള്ള സൗണ്ട്, ഇതെല്ലാം കൂടെ എൻ്റെ ഫുൾ റിലേ പോയി. എനിക്ക് ഭയങ്കര പെയിനായി. ആൻഡ് ദിസ് ഇസ് എ പോയിൻറ്റ് വെയർ ഐ റിയലൈസ്ഡ്
എയർപോഡ്സിൻ്റെ ഗുണം. അതിൻ്റെ സൗണ്ട് ക്യാൻസലേഷൻ, നോയ്സ് ക്യാൻസലേഷൻ കാരണം മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും സർവൈവ് ചെയ്തത്. ആ ടൈമിൽ ഫുഡ് എത്തി. ഫുഡ് ഒരു ബണ്ണുണ്ടായിരുന്നു, മസ്ക് മെലൺ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വാട്ടർ ഉണ്ടായിരുന്നു, കോഫി, ടീ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ ചോയ്സ് ഉണ്ടായിരുന്നു, പിന്നെ കട്ട്ലറീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെയിൻ മീലും ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എഗ്ഗ് വേണോ വെജ് വേണോ എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ അങ്ങനെ ഇത്രയും പെയിൻ ആയതുകൊണ്ട് എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കോഫിയാണ് എടുത്തത്. പിന്നെ ക്രീമർ ഞാനൊരു എക്സ്ട്രാ ചോദിച്ചു വാങ്ങി, ബിക്കോസ് എനിക്ക് ഇച്ചിരി ക്രീമറിൽ കഴിക്കാൻ പറ്റില്ല. ആൻഡ് ഇതായിരുന്നു മീല്. ഒരു എഗ്ഗിൻ്റെ ഒരു സ്റ്റഫ്ഡ് പോലത്തെ എഗ്ഗും പിന്നെ ഒരു കട്ട്ലറ്റ് പോലത്തെ സാധനം, അതിനൊരു ചിക്കൻ ഫ്ലേവർ ആയിരുന്നു, എനിക്കറിയില്ല പ്രോപ്പറായിട്ട് അത് എന്താണെന്ന്. പിന്നെ ഒരു ബോയിൽഡ് പൊട്ടറ്റോസും. എനിക്ക് പൊട്ടറ്റോസ് ഇഷ്ടപ്പെട്ടില്ല, വേറെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എഗ്ഗ് ഞാൻ ഫാനല്ലാത്തതുകൊണ്ട് അധികം കഴിച്ചില്ല. ആ ഒരു കട്ട്ലറ്റ് പോലെ മാത്രം വയ്ക്കുന്ന ഒരു പാറ്റി പോലത്തെ സാധനം മാത്രം ഞാൻ കഴിച്ചു. എനിക്ക് വേറെ ഒന്നും കഴിക്കാനും പറ്റുന്നുണ്ടില്ല, ബണ്ണും കഴിച്ചില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പെപ്പറും സോൾട്ടും വന്നിരുന്നു. ഈ സോൾട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, കാരണം ഞാൻ ശ്രമിക്കുന്ന എല്ലാ വഴിയും നടക്കാതിരിക്കുമായിരുന്നു. ഫസ്റ്റ് ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ട് ഈ പോർഷനിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പെയിൻ മാറ്റാൻ നോക്കി, നടന്നില്ല. പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ നോക്കി, അത് നടന്നില്ല. അവസാനം ഞാൻ ടിഷ്യൂ പേപ്പർ ചുരുട്ടി ആ ഒരു പോർഷനിൽ വെച്ച് ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു, അതും നടന്നില്ല. അവസാനം ഞാൻ ഈ സോൾട്ട് കണ്ടപ്പോൾ ഇത് നേരെ പൊട്ടിച്ച് എൻ്റെ ടിഷ്യൂ പേപ്പറിൽ സോഫ്റ്റ് ടിഷ്യൂ ഉണ്ടായിരുന്നു, ഈ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ ഈ ഫുൾ ഉപ്പിട്ട് അത് ആ സൈഡിൽ കടിച്ച് പിടിച്ച് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് കുറച്ച് റിലീഫ് കിട്ടി. പിന്നെ വേറെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് കുറയണനുസരിച്ച് പെയിൻ കുറഞ്ഞു വരുന്നുണ്ടായി. അപ്പം ഞാൻ എങ്ങനെ ഉറങ്ങി കുറച്ച് എണീറ്റപ്പോൾ ബാംഗ്ലൂർ എത്തി. ആൻഡ് ദിസ് ഈസ് എ പോയിൻറ്റ് വെയർ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ ടർബുലൻസും എക്സ്പീരിയൻസ് ചെയ്തു. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടർബുലൻസ് ഉണ്ടായിരുന്നു, നോട്ട് ദാറ്റ് ഹെവി, പക്ഷെ എന്നാലും ഒരു ടർബുലൻസ്, നോർമൽ ടർബുലൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് എ പോയിൻറ്റ് വെയർ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടർബുലൻസ് കാരണമല്ല കേട്ടോ, ബാംഗ്ലൂർ എത്തിയപ്പോൾ. ബിക്കോസ് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ഫ്ലൈറ്റ് എന്തൂസിയാസ്റ്റാണ്. ഫ്ലൈറ്റ് റഡാറിൽ എൻ്റെ റൂമിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട് എൻ്റെ റൂമിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക്, അത്യാവശ്യം ദൂരെയാണ്. അപ്പോൾ ക്ലിയർ സ്കൈ ഉള്ള സമയത്ത് ദൂരെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അത് ഇങ്ങനെ കറങ്ങി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വളരെ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് അത്ര ഒരു പ്രാന്തുള്ളതുകൊണ്ട് ഞാനിതൊക്കെ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇപ്പോൾ വന്ന് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതൊരു വലിയ കാര്യമായിട്ട് തോന്നണമെന്നില്ല, പക്ഷേ എനിക്ക് ആസ് എ ഫ്ലൈറ്റ് എന്തൂസിയാസ്റ്റ് ഇത്രയും നാൾക്ക് ശേഷമാണ് ഞാൻ അതായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. എന്തോ ഒരു പേടിയാണെങ്കിലും പക്ഷേ എന്നാലും ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്കത് വളരെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് വേറൊരു കാര്യം, ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തല്ലോ, അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റ് റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. DCT ഈറ്റ്സ് ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ചാനലാണ്. സോ DCT ഈറ്റ്സ് എപ്പോഴും പറയും ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇയാളിത് പറയും, അതായത് ഇന്ത്യാസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ്. പക്ഷേ അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ ഫോട്ടോസെല്ലാം കണ്ടിട്ടുള്ളൂ, അപ്പോൾ അതിലെനിക്ക് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു DIY ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ് എല്ലാവരും ഫോട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ DIY പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് ഇതെന്താ ഇത്ര അട്രാക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഐ വാസ് സോ ക്വിക്ക് ടു ജഡ്ജ്. പക്ഷേ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ എന്തൊരു പൊട്ട ജഡ്ജ്മെൻ്റൽ പേഴ്സണാണ്, ഇത് എന്തൊരു ഭംഗിയുള്ള എയർപോർട്ടാണെന്ന്. ബിക്കോസ് അത്ര ഭംഗിയായിരുന്നു. എനിക്കത് എയർപോർട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല, എനിക്ക് ഭയങ്കര ഒരു ട്രോപ്പിക്കൽ ഭംഗിയുള്ളൊരു എയർപോർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു, ഗേറ്റ്സിൽ നിന്ന് ലഗേജൊക്കെ എടുത്തു, ഇനി നാട്ടിൽ പോകണം. സോ സി യു സൂൺ വിത്ത് അനദർ എന്തെങ്കിലും വീഡിയോ.